ഉണ്ണി നന്നായി. ഹലോ കുട്ടീസ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ. പിന്നെ ഇന്ന് ഞാൻ പുതിയ പുതിയ ഡിഷസ് ട്രൈ ചെയ്ത ഡേയും കൂടിയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കണത് ഒരു മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് അതിൽ പിന്നെ തക്കാളിയും കൂടി ആഡ് ചെയ്തിട്ട് ഒരു കേക്ക് പോലെ ഉണ്ടാക്കുകയാണ്. കേക്കല്ല, ഒരു ഡിഷ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് ഉണ്ടാക്കുന്നതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അതിൽ മസാലകളൊക്കെ ഇട്ടിട്ട് പിന്നെ കുറച്ച് ഉള്ളിയൊക്കെ ഇട്ട് ഗാർണിഷ് ചെയ്തിട്ട് ആണ് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു മിക്സ് ഉണ്ടാക്കിയിട്ട് തക്കാളിയിൽ തന്നെ ഒഴിച്ചിട്ട് നമ്മളൊരു കേക്ക് പോലെ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് നല്ലൊരു കുണ്ടുള്ള പാത്രത്തിലോ അല്ലെങ്കിൽ മൈക്രോ ഓവനിലോ വെച്ചിട്ട് നമുക്കതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ. പിന്നെ അതിന് ശേഷം പിന്നെ ഒരു ഓംലേറ്റും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ബാക്കി കുറച്ച് മുട്ട വന്നിട്ടുണ്ടായിരുന്നു, അപ്പം അതിൽ ഉണ്ണിക്ക് വേണ്ടിയിട്ട് ഓംലേറ്റും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഞാനത് വെള്ളയപ്പച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. നല്ല ടേസ്റ്റാണ് അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ രാവിലെ ഉണ്ടാക്കിയ ഞാൻ ആ സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ ട്രൈ ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ടൊമാറ്റോൻ്റെ ഫ്ലേവറൊക്കെ വന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, കാരണം വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയല്ലേ. അതിൻ്റെ കൂടെ ഒരു ചായയും കുടിച്ചു, അത്ര മാത്രം കേട്ടോ രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉണ്ണിക്ക് ഞാൻ ഉണ്ടാക്കി പറഞ്ഞ വെള്ളയപ്പച്ചട്ടിയിൽ ഉണ്ടാക്കിയ മുട്ട ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഉണ്ണിക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പുറത്തേക്ക് പോയി ഉച്ചയ്ക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ മേടിക്കാൻ വേണ്ടി പോയി. പാലക്കാടാണ്, ഭയങ്കര ചൂടാണ് കേട്ടോ. കുറച്ച് ഇളനീര് വെള്ളമൊക്കെ കുടിച്ചു. എപ്പോഴും വെള്ളം മാത്രം കുടിച്ചുകൊണ്ടിരിക്കാൻ തോന്നും കേട്ടോ, കാരണം അത്രയ്ക്ക് ചൂടാണ്. പിന്നെ എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. രണ്ട് സൈഡും ഇങ്ങനെ മരങ്ങളൊക്കെ ആയിട്ട് ഒരു തമിഴ്നാട്ടിൽ വന്നൊരു ഫീലാണ് എപ്പോഴും എനിക്ക് ഈ ഭാഗം കാണുമ്പോൾ. അങ്ങനെ ഇളനീരും ചിക്കനൊക്കെ മേടിച്ചിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും ക്യാരറ്റ് അതൊക്കെ ഇട്ടിട്ടൊരു ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ഒരു ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുടിച്ചു. ഫുൾ ടൈം നല്ല ചൂടായതുകൊണ്ട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കാൻ തോന്നും, തണുപ്പുള്ളതും അങ്ങനെയൊക്കെ. അപ്പോൾ അതാണ് കേട്ടോ, ജ്യൂസ് വന്നിട്ട് കുടിച്ചു കേട്ടോ. ആപ്പിൾ ജ്യൂസാണോ കുടിക്കുന്ന ഉണ്ണി? അപ്പോൾ അതിന് ശേഷം ഉച്ചയ്ക്കുള്ളൊരു സ്പെഷ്യൽ റെസിപ്പി ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് മന്തി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും വെറൈറ്റി ആണല്ലോ ട്രൈ ചെയ്യുന്ന റെസിപ്പീസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ണിക്ക് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ബിരിയാണി ഉണ്ടാക്കുകയെങ്കിലും മന്തി ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഞാനൊരു മന്തി പ്രാന്തിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ വീട്ടിൽ ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. നമുക്ക് ബിരിയാണി ഉണ്ടാക്കണേക്കാട്ടും ഈസിയാണ്. ഒരു സാധനങ്ങളും വേണ്ട, ഉള്ളി അങ്ങനെ പച്ചക്കറികളൊന്നും കട്ട് ചെയ്തിട്ട് സമയം കളയണ്ട. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയാണ് ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുക. ഇതുവരെ മന്തി ഉണ്ടാക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ, നല്ല ഈസിയാണ്. അപ്പോൾ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചാർക്കോൾ ഉണ്ടാക്കുകയാണ് കേട്ടോ. ചിരട്ട ഇങ്ങനെ തന്നെയാണ് കത്തിച്ചിട്ടാണ് എളുപ്പപ്പണി ചെയ്യുകയാണ് കേട്ടോ. മന്തിക്ക് വേണ്ടി എല്ലാം സെറ്റാക്കിയതിന് ശേഷം ഞാൻ കുറച്ച് വാട്ടർ മെലണും പഞ്ചസാരയും കൂടി കൂട്ടിയിട്ട് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വിളിക്കുന്ന സബ്സ്ക്രൈബർ തിരക്കിലാണ്. അപ്പോൾ ഉണ്ണി പറഞ്ഞു ദയവ് ചെയ്ത് അല്പസമയത്തിനുള്ളിൽ വിളിക്കുക എന്നുള്ള അവൻ ഡയലോഗ് ഫുള്ളായിട്ട് പറഞ്ഞു. അപ്പോൾ ഞങ്ങളാകെ ഷോക്കായിട്ടോ. അപ്പം നമ്മളെ കുട്ടികൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആദ്യമായിട്ട് പറയുമ്പോൾ നമ്മളിങ്ങനെ ഷോക്കാവില്ലേ. അങ്ങനത്തെ വല്ല അനുഭവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പം നമ്മളുടെ മന്തി ഒരു വിസിലടിച്ച് അത്രേ ഉള്ളൂ പണി. അപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. അപ്പം നമ്മളുടെ 5 മിനിറ്റിന് ഉണ്ടാക്കാൻ പറ്റുന്ന മന്തി റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് മന്തിയും പിന്നെ തിരി സാലഡും കൂട്ടിയിട്ടാണ് കേട്ടോ കഴിച്ചത്. മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സൺഫ്ലവർ ഓയിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് സാലഡ് ഉണ്ടാക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വയറ് നിറച്ച് മന്തിക്ക് കഴിച്ച് ഒരു ഉറക്കമൊക്കെ പാസ്സാക്കി എണിച്ച് വന്നിട്ട് ഞാൻ വീണ്ടും തണ്ണിമത്തൻ്റെ ജ്യൂസാണ് കേട്ടോ കുടിച്ചത്. ഈ ചൂടത്ത് ചായ അതൊന്നും കുടിക്കാൻ തോന്നുന്നില്ല. അപ്പോൾ തണ്ണിമത്തൻ്റെ ജ്യൂസാണ് കേട്ടോ കുടിച്ചത്.
പിന്നെ വൈകുന്നേരം ഒരു സ്മൂത്തി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇളനീര് മേടിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അപ്പം അതിൽ തിരി ഇളനീര് വെള്ളവും അതിൻ്റെ കാമ്പൊക്കെ കൂടിയിട്ട് മിക്സിയിൽ അടിച്ചിട്ട് പിന്നെ കുറച്ച് ഐസ്ക്രീമും മാങ്ങയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഒരു സ്മൂത്തി ട്രൈ ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റായിട്ട്, അപ്പോൾ ഇങ്ങനെ വെറൈറ്റി ആയിട്ടൊക്കെ ട്രൈ ചെയ്താൽ അവർ സൂപ്പറായിട്ട് കുടിച്ചോളൂ കേട്ടോ. അതിനുശേഷം വൈകുന്നേരം ഉണ്ണീനെ കൊണ്ട് സൈക്ലിംഗ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ. പിന്നെ രാത്രി ലൈറ്റായിട്ട് ചോറും സാമ്പാറും തൈരും ഒരു ഓംലേറ്റൊക്കെ കൂടിയിട്ടാണ് കേട്ടോ കഴിച്ചത്. മുട്ട കഴിച്ചത് ഞാനല്ല, ഉണ്ണിയാണ് കഴിച്ചത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.